എല്ലാവർക്കും നമസ്കാരം. പരിചയം ജാനുവടുത്തിയാണ് കേട്ടോ. ജാനുവടുത്തിയാണ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രത്യേകിച്ച് ദീപ്സാൻ, നല്ലവരായ രക്ഷിതാക്കളെ, കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമാണ് കുഞ്ഞാലിമരക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഈ ഒരു 13ാം വാർഷികത്തിന് വരാനും നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കാണ്. അതിന് അവസരമൊരുക്കി തന്ന ഇവിടെയുള്ള എല്ലാ സംഘാടകർക്കും അധ്യാപകർക്കും ഹൃദയത്തോട് ചേർന്നിട്ടുള്ള നന്ദി. നിങ്ങൾക്കൊക്കെ അറിഞ്ഞൂടല്ലേ, ജാനുവടുത്തി എന്ന് പറയുമ്പോൾ പണ്ട് കാലത്തുള്ള നാട്ടു നന്മയും നാട്ടറിവും നമ്മളൊക്കെ മറന്നുകൊണ്ടിരിക്കുന്ന നാട്ടുഭാഷയിലൂടെ നിലനിർത്തുക എന്നൊരു നന്മയായ ഉദ്ദേശമാണ് ജാനു തമാശക്കുള്ളത്. ജാനു തമാശ തുടങ്ങിയിട്ട് 9 വർഷമായിട്ട് ഇന്നും അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ തരുന്ന സ്നേഹവും പ്രോത്സാഹനവും ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ ഒരു സ്നേഹവും പ്രോത്സാഹനവും എപ്പോഴും ഞങ്ങളുടെ കൂടെ വേണമെന്നുള്ള ആത്മാർത്ഥമായിട്ട്. പിന്നെ ഏതൊരു കലാകാരൻ്റെയും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് സിനിമയിലൊക്കെ അഭിനയിക്കുകയാണ്. ഞാനും ഈ അടുത്ത് കവി ഉദ്ദേശിച്ചത് എന്ന സിനിമ സംവിധാനം ചെയ്ത തോമസ് കുട്ടി സാറിൻ്റെ സ്കൂൾ എന്ന സിനിമയിൽ ഒരു അധ്യാപകനായിട്ട് വേഷം ചെയ്യാൻ ഭാഗ്യം കിട്ടി. ഇതൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്നവരോടൊക്കെയല്ലേ ഇതൊക്കെ പറയുന്നത്. പിന്നെ ജാനുവടുത്തി എല്ലാവരും ഇഷ്ടപ്പെടുന്നത് നിഷ്കളങ്കമായിട്ടുള്ള തമാശയാണ്. കാരണം ഒരുപാട് തമാശകൾ, ഞാട്ടിപ്പാട്ടുകൾ, വടക്കൻ പാട്ടുകളൊക്കെ പാടുന്ന ആളാണ് ജാനുവടുത്തി. പിന്നെ ജാനുവടുത്തിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, അല്ലേ ജാനുവടുത്തി 2 ദിവസം മുമ്പ് നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കണ്ടിട്ടില്ല, എന്തെങ്കിലും പരിപാടി? അത് കേളപ്പാട്ടിന്റെ പേരിൽ ഒരു പരാതി കൊടുക്കാൻ പോയതാ മനെ. അല്ല ജാനുവടുത്തി, നിങ്ങൾക്ക് എന്തെന്നാ ഈ വളരെ പോലീസ് സ്റ്റേഷൻ നിങ്ങൾ എല്ലാം ഈ കേളപ്പാട്ടിന്റെ പേരിൽ ഈ വയസ്സാം കാലത്ത് നിങ്ങൾക്ക് നിർത്തിക്കളറ്. ഞാൻ എന്തെന്നാടോ മാണ്ട് ഇപ്പം കേളപ്പാട്ടം കുടിച്ച് വരുക, ഒന്നും പറഞ്ഞ് രണ്ടും പറഞ്ഞ് തെറ്റുക, കൈ കിട്ടുന്ന സാധനം എല്ലാം എടുത്തിട്ട് എറിയാമനെ. ഏറ് തുടങ്ങിയിട്ട് 3 കൊല്ലായി. 3 കൊല്ലായിട്ട് നിങ്ങൾ ഇപ്പം പരാതി കൊടുക്കുന്നത്? ഇപ്പം മനെ ഏറ് കൊണ്ട് അല്ലേ ഇങ്ങനെയുള്ള തമാശകൾ. കാരണം ഒരാൾ നടന്നു പോകുമ്പോൾ ജാനുവടുത്തി ചോദിക്കുന്നുണ്ട്, അല്ല മോനെ നടക്ക്, ഇപ്പൊ അടുത്താരേനും മോനെ മരിച്ചേ? ഞാൻ ചേട്ടനോ? എന്തെന്നാ ജാനുവടുത്തി, എൻ്റെ ഏട്ടനല്ലേ മരിച്ചേ? ഞാൻ മരിച്ചിട്ടുണ്ട്, ഞാനിവിടെ ഉണ്ടാവുക. കുഞ്ഞിമോനെ ഇഞ്ഞൊന്നും വിചാരിക്കണ്ടേ, ഞാൻ ഇഞ്ഞാന്ന് വിചാരിച്ച് ചോദിച്ചതല്ലേ. പിന്നെ ജാനുവടുത്തി പുല്ല് പറിക്കുമ്പോൾ 4 ബോംബ് കിട്ടി. ഇതാരോടും പറയാണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊടുത്ത്. ഇതറിഞ്ഞിട്ട് പവി ചോദിക്കുന്നുണ്ട്, എല്ലാ ജാനുവടുത്തി എന്ത് വിട്ടിത്താ ചെയ്ത്? എന്തേലും മനെ നിങ്ങൾ 4 ബോംബ് കിട്ടിയിട്ട് അങ്ങനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊടുത്ത്. ഇത് കൊണ്ടുകൊടുക്കും മാറ്റോ അയൽ നാറ്റോ ഒന്ന് പൊട്ടിയിട്ടുണ്ട്, എന്താ സ്ഥിതി? എന്ത് സ്ഥിതി? ഞാൻ പോലീസുകാരോട് പറയും 3 കിട്ടിയിട്ടുള്ളൂ. കാരണം അത് പൊട്ടിയാൽ എന്താ സംഭവിക്കുമെന്ന് ജാനുവടുത്തിക്ക് അറിഞ്ഞൂടാ. പിന്നെ അതുപോലെ തന്നെ ഈ കൊറോണ സമയത്ത് മീനൊക്കെ വലിയ വിലയായിരുന്നല്ലോ. ഈ സമയത്ത് മീൻകാരൻ പവിയോട് ചോദിക്കുന്നുണ്ട്, പവി കൊറേ സൈമാനെ മീൻ കൂട്ടിട്ട് ഒരായിരൊക്കെ എത്തിരാ പൈസ? ജാനുവടുത്തി ഒരായിരക്ക് 100 റുപ്യ തന്നെ. എല്ലാം മനെ ഇതെന്തൊരു പൈസ അഞ്ഞ് വാങ്ങുന്നത്? നിങ്ങൾ ഏത് ലോകത്താ ജാനുവടുത്തി? പെട്രോളിൽ ഇപ്പം എന്താ വില? അല്ല മോനെ, അതിലിപ്പം കടലിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ടാ ഓടല്. അല്ലേ ഇപ്പൊ നിങ്ങൾ എന്ത് ഭീതിയാക്കലാണ് ഭീതിയാക്കുന്നത്? ഇതെന്തിനാണ് ഇത്തരക്കാരൻ ഭീതിയാക്കല് കണ്ടാ വിചാരിക്കും ബസ്സല്ലേ ഇനി ബലെങ്ങനെയാ പോവാൻ. ഇങ്ങനെയുള്ള ഒരുപാട് തമാശകൾ പറഞ്ഞെത്തിയില്ല. അതിനു മുമ്പ് ജാനുവടുത്തി സ്ഥിരം പാടുന്നത് പഴയ പാട്ടുകൾ. ഞാൻ സാറ് നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ കുറച്ച് പഠിക്കുമ്പോൾ നല്ല പഠിക്കുന്ന കുട്ടികളാണെന്നൊക്കെ പറയുന്നപ്പോൾ ഞാൻ കുട്ടികളോടൊക്കെ പറയുന്നുണ്ട്, ജാനുവടുത്തിയെ പോലെയുള്ള അക്ഷരവിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ജാനുവടുത്തിയെ പോലെയുള്ള ആളുകൾ ആയിരക്കണക്കിന് വരികളുള്ള ഞാട്ടിപ്പാട്ടുകളും വടക്കം പാട്ടുകളൊക്കെ ഹൃദയത്തിൽ സൂക്ഷിച്ചവരാണ്. അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ ജാനുവടുത്തി പാടാറുണ്ട്. അങ്ങനെയുള്ളൊരു പാട്ട് ജാനുവടുത്തി സ്ഥിരം പാടുന്നൊരു പാട്ടൊന്ന് പാടാം. പടിഞ്ഞാറോട്ട് ഞാക്കിന്നും ഓണം, പടിഞ്ഞാറോട്ട് നേരവും പോയി. പടിഞ്ഞാറോട്ട് ഞാക്കിന്നും ഓണം, പടിഞ്ഞാറോട്ട്. ഇതെന്താ കൈമുട്ടാത്തേ?
പോയി മമ്പള്ളത്തോടെ മുട്ടി കാറ്റ് പോയി കക്കാറ്റടം പോയി മഴ പോയി മമ്പള്ളത്തോടെ മുട്ടി കാറ്റ് പോയി കക്കാറ്റടം പോയി ഇടി പോയി തടച്ചേരത്തങ്ങും പറ്റി. ഹലോ, ഇത് നമ്മുടെ സ്വന്തം ജാനു തമാശയിലുള്ള ചേച്ചിയാണ്. സോറി. അപ്പോൾ ജാനത്തിൻ്റെ സംസാരത്തിൽ നമുക്കൊന്ന് കേൾക്കാം. ജാനുവടുത്തി നിന്ന ഷസ്മീനോട് പറയേണ്ടത് പേരുന്നതിനു ഷസ്മീനാ പേരില്ല. എന്തായാലും ജാനുവടുത്തിൻ്റെ എല്ലാവിധ ആശംസകളും. എന്ത് 1 2 3 ബൂമറാങ്. 1 2 3ൻ്റെ ബൂമറാങ് അല്ലേ? ബൂമറാങ്കിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അല്ലേ? എന്നാലും വളരെയധികം സന്തോഷം.